അനധികൃത താൽക്കാലിക നിയമനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. പൊന്നാനി നഗരസഭയിലെ ആദ്യ കൗൺസിലിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ നിയമനം നീട്ടി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയിൽ നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. പിൻവാതിൽ നിയമവും സ്വജനപക്ഷപാതവും നടപ്പാക്കാനുള്ള ശ്രമമാണെന്നും ഈ നിയമം റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കത്ത് നൽകിയിട്ടും ഇത് ഗൗനിക്കാതെയാണ് നഗരസഭ ഇവരെ പുനർനിയമിക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷ നേതാവ് ടി കെ ആഷഫ്, കൗൺസിലർമാരായ യു മുനീബ്, ഇല്യാസ് മൂസ എന്നിവർ പറഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിയമിച്ച ആളുകളെ 179 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് നിയമനം കൊടുക്കുന്ന ഒരു അജണ്ടയുണ്ടായിരുന്നു. അതിന് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി വിയോജനക്കുറിപ്പോട് കൂടിയിട്ട് അതിനെ ഞങ്ങൾ എതിർക്കുകയുണ്ടായി. കാരണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ മാക്സിമം 6 മാസത്തിലധികം അവരെ നിയമിക്കാൻ അവർക്ക് നിയമനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പുതിയ ആളുകൾ എടുക്കാതെ അവരെ തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവരെ തന്നെ നിയമിക്കാനുള്ള ഭൂരിപക്ഷ തീരുമാനപ്രകാരം കൗൺസിലിന് അവർക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിനുള്ള ചെറുപ്പക്കാരെയൊക്കെ മുൻകൂട്ടിയാക്കി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് 10,000-കണക്കിന് രജിസ്റ്റർ ഇവിടെ പൊന്നാനി തന്നെ ഒരു 20,000-ന് മേലെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അത് ആ രജിസ്ട്രേഷനുള്ള ആളുകളൊന്നും എടുക്കാതെ പഴയ ആളുകൾക്ക് തന്നെ അവസരം കൊടുത്തിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. ആ കൗൺസിൽ വിയോജനക്കുറിപ്പ് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞത്, പത്രക്കാർ ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ 3 ആളുകളെ നിയമിച്ച് തുടർ നിയമനം കൊടുത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്, UDF ഉന്നയിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ ശക്തമായി എതിർക്കാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പിനെ LDF ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഭയപ്പെടുകയാണ്. പൊന്നാനി നഗരസഭയുടെ ചെയർപേഴ്സൺ പൊന്നാനിക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും അവരോട് തെറ്റായിട്ടുള്ള വിവരങ്ങളുമാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പങ്കുവെക്കുന്നത്. ഈ 3 പേരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മാനദണ്ഡം ലംഘിച്ച് നടത്തിയിട്ടുള്ള നിയമനം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നഗരസഭയിൽ നൽകിയതുമായി ബന്ധപ്പെട്ട രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. Every child is a star. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully. Every song I sing, Every praise I bring, everything I do is a gift to you. Everything I have, all you've given me, I give it to you, Lord, and do it thankfully, thankfully. here we study life. Thankfully, KEALP School, Ponnani, Ishwaramangalam.